ഹായ് നമസ്കാരം. അങ്കമാലി ഡയറി ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചത്താപ്പച്ച എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രം വൻ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 20 കോടിക്കടുത്തുള്ള ഒരു തുകയാണ്. ചിത്രത്തിൻ്റെ അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത് 2 ദിവസത്തെയാണ്. ഔദ്യോഗികമായിട്ട് ആ റിപ്പോർട്ട് പ്രകാരം 15 കോടിക്കടുത്തുള്ള ഒരു തുകയാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. 14.05 കോടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ചില വൃത്തങ്ങളിൽ പറയുന്നത് 14.5 കോടിക്കടുത്തുള്ള തുക ചിത്രം ആഗോളതലത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് സ്വന്തമാക്കി കഴിഞ്ഞു. ഇന്നേ ദിവസം ഒരു ശനിയാഴ്ചയാണ്. അതുപോലെ തന്നെ ഒരുപാട് അവധികൾ വന്നിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഇനിയും 2 ദിവസങ്ങൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ടേൺ ഓവർ ചിത്രം ഈ റിപ്പബ്ലിക് ദിനത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 30-35 കോടിക്കടുത്തുള്ള തുക റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് അതുവരെ ലഭ്യമാകാനുള്ള സാധ്യതകളാണ് ഞാൻ വിലയിരുത്തുന്നത്. മാത്രമല്ല ചിത്രത്തിലെ മികച്ച ആക്ഷൻ സീക്വൻസുകളാണ് യുവാക്കളെയും അതുപോലെ തന്നെ അതിലെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും എല്ലാം തന്നെ കോമഡിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുമ്പോൾ അതിൽ മമ്മൂട്ടി കൂടി എത്തുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കൂടി കിട്ടുകയാണ്. ഫാമിലി ഓഡിയൻസ് അതിലൊരു കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കൊച്ചുകുട്ടിയുണ്ട്. ആ കൊച്ചുകുട്ടിയെ എല്ലാവരും വളരെ ഓമനത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയായി മാറുകയും ആളുകൾ കൂടുതൽ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. മറ്റുള്ള ചിത്രങ്ങൾക്കൊന്നും തന്നെ ഈ ചിത്രത്തിൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഒരു തരത്തിലും സാധ്യതകളില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് വൻ നേട്ടമാണ്. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നിട്ട റെക്കോർഡുകൾ എന്ന് പറയാൻ പറ്റത്തില്ല. ആ ചിത്രത്തിൻ്റെ കളക്ഷൻ ഈ ഒരു താരതമ്യേന പുതുമുഖ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് അറിയപ്പെടുന്ന താരങ്ങളെന്ന് പറഞ്ഞാൽ 1-2 പേരൊക്കെ ഈ ചിത്രത്തിലുള്ളൂ. പക്ഷേ അതിൽ അവരുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ആളുകൾ ഇവരെ വരുംകാല സൂപ്പർ താരങ്ങളായിട്ട് വാഴ്ത്തുന്നുണ്ട്. സൂപ്പർ താരങ്ങൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മികച്ച സിനിമകൾ, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ എടുക്കാൻ തക്ക വിധത്തിലേക്ക് ഇവർ വളർന്നു എന്ന് ജനങ്ങളെ തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ചിത്രത്തിലെ കിങ്സ്റ്റൻ്റെ കിടിലൻ ആക്ഷൻ കൊറിയോഗ്രഫിയാണ് എല്ലാവരും എടുത്തു വാഴ്ത്തുന്നത്. മാത്രമല്ല മജീദിൻ്റെ മനോഹരമായിട്ടുള്ള മ്യൂസിക്, അതുപോലെ ശങ്കർ എഹ്സാൻ ലോയുടെ ഗാനങ്ങൾക്കുള്ള സംഗീതവും ഒക്കെ ചിത്രത്തെ പിടിച്ചിരുത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ചിത്രം എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. മമ്മൂക്കയുടെ ക്യാമിയോയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രസകരമായിട്ട് തന്നെയാണ് അദ്ദേഹം കഥാപാത്രത്തെ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിയേറ്ററിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ളൊരു കഥാപാത്രമല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമായിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. എന്തായാലും വാൾട്ടറും പിള്ളേരും സിനിമ തൂക്കിയെടുത്തിരിക്കുകയാണ്. വൻ വിജയത്തിലേക്ക്